എവിടെ ഇതാ ഇതെന്ത് ഇങ്ങനെ ഇരിക്കണത്? ഇപ്പോഴത്തെ കാലപുരിയൊക്കെ ഇങ്ങനെ തന്നെ. അപ്പൊ ഞാൻ മരിച്ചാ? നീ മരിച്ച് നിന്റെ 41 കഴിഞ്ഞു. നിന്റെ വീട്ടിൽ ആൾക്കാർ ആഹാരം കഴിച്ചോണ്ട് പോണ്. അതൊക്കെ ശരിയാവും. അതൊക്കെ ശരിയാവും. ഇന്നാളെന്റെ കല്യാണം കഴിഞ്ഞേ ഉള്ളു. കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷമാവുള്ളൂ. അതിനു മുമ്പ് ഇതെങ്ങനെ ഞാൻ മരിച്ചത്? ഒരു പിടുത്തവും കിട്ടണില്ലല്ലോ. കാര്യത്തിൽ വല്ല കാര്യം ഉണ്ടായിരുന്നു എന്നെ വിളിച്ചോണ്ട് വരാട്ടെ. നിങ്ങൾ എന്നെ കൊണ്ടുവരാപ്പൊ നിങ്ങൾ ആരൊക്കെ? ഞാൻ കാലന്റെ ഭാര്യ. പോയി കേട്ടോ, അങ്ങനെയുള്ള വർത്താനൊന്നും പറയാതെ. കാലം കല്യാണം കഴിച്ചിട്ടാ നമുക്കിവിടെ ഭൂമിയിലിരിക്കുമ്പോ നമുക്കറിയാം അങ്ങനെയുള്ള ഒരു കഥ. അതൊക്കെ വലിയ കഥയുടെ. അപ്പൊ എന്തായാലും ഞാൻ മരിച്ചല്ല. ഇനിയിപ്പോ കഥ കേൾക്കാനുള്ള സമയമുണ്ട്. പിന്നെ ഞാൻ പയ്യായിരുന്നു കേൾക്കാം. പക്ഷെ എന്തിനെന്നെ കൊണ്ടുവന്നെന്ന് എന്റെ അടുത്ത് പറയാം. എടാ, യുദ്ധം നടക്കണത് നിനക്കറിയാമോ? യുദ്ധോ? അതിന് എന്നെ മരണ സംബന്ധം. നിനക്ക് എന്തിനാണ് ജോലി? ഗ്യാസ് കമ്പനി തന്നെ. എടാ, ഈ ആളുകളെ എണ്ണയിലിട്ട് വറുക്കാനായിട്ടേ ഗ്യാസ് ഒന്നും കിട്ടാനില്ല. അതുകൊണ്ട് നീ ഇപ്പൊ ഇരിക്കണ എന്തെല്ലാണെന്ന് അറിയാമോ? ഇരിക്കുന്നത് എടാ, ഗ്യാസ് കുറ്റിയിലെ പുറത്ത്. അതെങ്ങനെ ശരിയാവും? നമ്മളെ നാട്ടുകാരല്ലേ ഗ്യാസ് ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും വലയണത്. അപ്പൊ അവർക്കല്ലേ ഞാൻ ഉപകാരം. ഇവിടെ കൊണ്ടുവന്നിട്ട് എന്നെ ചുമ്മാ ഈ എണ്ണയിലിട്ട് ആളുകളെ പൊരിക്കണോ? നാട്ടുകാർക്ക് വിശപ്പുണ്ട്, ആഹാരം കഴിക്കും. എല്ലാരും മരിച്ചിഞ്ഞ് മേളി വരൂലേ എന്റെ പൊന്നും. ഇവിടെ ഉള്ളവന്മാരെ എണ്ണയിലിട്ട് വറുത്തെടുത്തില്ലെങ്കിലേ ഉമ്മാര് ഭയങ്കര തുള്ളലും പ്രശ്നങ്ങളുമാണ്. അതുകൊണ്ടല്ലേടാ നിന്നെ ഇഞ്ഞു കൊണ്ടുവന്നത്. ആരെന്റെ വകയിലുള്ള ഭാര്യയെ നിങ്ങൾ ഒന്നും ഓർക്കാത്തുണ്ട്. എന്റെ നാട്ടിൽ എന്റെ ഭാര്യ ഈ 41 കഴിഞ്ഞപ്പോ എന്തുമാത്രം വിഷമിക്കണുണ്ടാവും. ഞാൻ ഈ ഗ്യാസ് കുറ്റിയായിട്ട് നീ ഏതെങ്കിലും ആത്മാവിന്റെ പുറത്ത് എന്നെ കൊണ്ട് തള്ളുവോ? പ്ലീസ് എന്നെ കൊണ്ടുപോയ അപ്പുറത്തുള്ളവരെടുത്തോണ്ട് പോവും. അവര് തീയിലിട്ട് ചുട്ടാണ് തിന്നണത്. ഈ ഗ്യാസ് കിട്ടാതെ വരുമ്പോഴേ അവരിത് എടുത്തോണ്ട് വാ. നീ എന്തെന്ന് പറഞ്ഞത്? നിന്റെ ഭാര്യയുടെ വിഷമം. നീ അങ്ങോട്ട് നോക്ക്. നോക്കടാ, കണ്ണു തുറന്ന്. സിന്ധു, 41 കഴിഞ്ഞ്. ഇനി നാട്ടുകാർ പലതും പറയും. ഇനിയെങ്കിലും ഞാൻ ഈ ഡ്രസ്സ് ഊരി വെച്ചിട്ട് നാളെ ഞാൻ വരും വണ്ടിയായിട്ട്. നീ എൻ്റെ കൂടെ വരുമോ? അതെന്തൊരു വർത്താനം ചേട്ടാ. ചേട്ടാ നാളെ കേൾക്കണെന്തിന്? ഇന്ന് വണ്ടി കൊണ്ട് വാ. ബന്ധുക്കളൊക്കെ പോയി. നമുക്ക് ഇന്ന് എങ്ങ് പോവാം. അത് ശരിയാകത്തില്ല. ഇതിലത്തെ നിന്റെ കുഞ്ഞമ്മ പോട്ട്. അതുപോലെ എൻ്റെ ഇപ്പം ക്യാഷും ഇല്ല. ഞാൻ റെഡിയാക്കിയിട്ട് നാളെ വരാം. നാളെ നമുക്ക് പോവാം. ചേട്ടൻ എന്തിനു വിഷമിക്കുന്ന ചേട്ടാ? അയാൾ മരിക്കണതിന് മുമ്പ് 10 കുറ്റി ഗ്യാസ് എടുത്ത് വെച്ചിട്ടാണ് പോയത്. ഇന്നത്തെ വിലക്ക് ചേട്ടൻ അറിയാല് നല്ല പൈസ കിട്ടും. നമുക്ക് അതെടുത്ത് വിറ്റിട്ട് പോവാന്ന്. അത് കൊള്ളാടി നിന്റെ ഐഡിയ. വൈകുന്നേരം ആവട്ടെ, ഞാൻ ഒരു വണ്ടിയും വിളിച്ചു വരാം. ഉള്ള ഗ്യാസ് കുറ്റിയും കയറ്റി പറ്റും നിന്നെ എടുത്ത് കയറ്റി നമുക്ക് ഇവിടുന്ന് വിടാം. അയ്യോ, അത് ശരിയാവൂല. അയാള് ഗ്യാസ് കുറ്റിയല്ലേ മരിച്ചത്. ഗ്യാസ് കൊടുത്തിട്ട് അങ്ങ് പോവാൻ ചേട്ടാ. ഇത് ഞാൻ ചിന്തിച്ചില്ല ചേട്ടാ. വാ, നമുക്ക് അങ്ങോട്ട് വാ. അവരെന്നെ ശ്രദ്ധിക്കുന്നു. നോക്ക് എങ്ങനെയുണ്ട്. നീ ഇവിടെ നിന്ന് ഗ്യാസ് ചുമക്കണ അതേ വല്ലവന്റെ ആത്മാവ് കയറി അവിടെ പോണാടാ. ഒരു ഉപകാരം ചെയ്യൂ. എനിക്ക് അവിടെ പോയി ഗ്യാസ് ചുമക്കണ്ട. ഞാൻ കുറെ കാലം കൊണ്ട് എത്രയോ വർഷം കൊണ്ട് ഇവിടെയും ചുമക്കില്ല. എന്നാ നിങ്ങള് വല്ല എണ്ണയിലിട്ട് വരട്ടിയെടുത്ത് ഫ്രൈ ആയിട്ട് കഴിക്കും. ഇതൊന്നും കാണാനും കേൾക്കാനും എനിക്ക് വയ്യ.